2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു പരസ്യം. അത് നമ്മുടെ മാഗിയുടെ നൂഡിൽസിൻ്റെ ഒരു പരസ്യമായിരുന്നു. ചിലപ്പോൾ നമ്മൾ 2 മിനിറ്റോ 5 മിനിറ്റോ എടുത്തിട്ടായിരിക്കും നൂഡിൽസ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പരസ്യത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ബിസിനസ് ഓണേഴ്സും തുടക്ക സമയത്ത് എന്ന് വെച്ചാൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റോ സർവീസോ അവർ ചെറിയൊരു സർക്കിളിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ സെല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതും കാര്യങ്ങളും എല്ലാം നിർത്തുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാതെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ വരുന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രശ്നമാണ്, മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കാൻ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗാനിക്കുള്ള കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റിനെയും സർവീസിനെ പറ്റിയും ആളുകളുടെ മുന്നിലേക്ക് എത്തിയാലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെറ്റ ആഡ്സിലൊക്കെ ആണെങ്കിലും ബ്രാൻഡ് അവയർനെസ് ആഡ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് നമ്മൾ എത്തിയിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി അവെയർ ചെയ്യണം, അറിയുകയാണ്. എങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഒരു കോൾഗേറ്റിൻ്റെ പരസ്യം നമ്മൾ ടി വിയിൽ ആഡ് കാണുന്നു. എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസസ് കൂടുകയാണ്. അപ്പോൾ ഈ ഒരു അവെയർനെസ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? ത്രൂ മാർക്കറ്റിങ്ങിലൂടെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു അഡ്വർടൈസിങ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയത്? ആ ഒരു കസ്റ്റമറുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് പണ്ടൊരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു പരസ്യം. അത് നമ്മുടെ മാഗിയുടെ നൂഡിൽസിൻ്റെ ഒരു പരസ്യമായിരുന്നു. ചിലപ്പോൾ നമ്മൾ 2 മിനിറ്റോ 5 മിനിറ്റോ എടുത്തിട്ടായിരിക്കും നൂഡിൽസ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പരസ്യത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട ഓരോ പേരൻസിൻ്റെയും മനസ്സിൽ അവരുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രസൻറ്റേഷൻ ആ രീതിയിലായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിട്ട് കഴിക്കുമല്ലോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ആളുകൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്താൽ മാത്രമല്ല, അത് പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവർ മേടിച്ചാൽ മാത്രമാണ് സെല്ലിങ്ങിലോട്ട് കിടക്കുകയുള്ളൂ. മനസ്സിലായോ? ഇൻകം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെല്ല് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ സപ്പോസ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിലേക്ക് ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അതുവഴി ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവരുടെ ഓൺലൈൻ ബുട്ടീക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് മനസ്സിലാവുന്ന ത്രൂ ഈ ഒരു ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് അവർ കൂടുതൽ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ പറയുന്നു അത് DM ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവർ എൻക്വയറി DM ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രൈസ് പറയുന്നു, അത് ഓക്കെ ആണെങ്കിൽ മേടിക്കുന്നു. അപ്പോൾ അതൊരു സെയിൽസ് പാർട്ടിലേക്ക് കിടക്കുന്നത് അപ്പോഴാണ്. സെയിൽസ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ കോൾഡ് കോളിംഗ് ചെയ്യുന്നുണ്ടാവാം, ഡയറക്റ്റ് സെയിൽസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ പല രീതിയിൽ ആ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റാണെന്ന് കൺവിൻസ് ചെയ്ത് മേടിപ്പിക്കുമ്പോഴാണ് നമുക്ക് സെയിൽസ് നടക്കുന്നത്. ഇതാണ് മേജർ ഒരു ഡിഫറൻസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു സെയിൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ പേര് അറിയുന്നുണ്ടാവും, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ടാവും ഈ പ്രൊഡക്റ്റ് എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള അവെയർനെസ് കിട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് അവരിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മുടെ സെയിൽസ് പാർട്ടിലോട്ട് എത്തുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് അത് ആ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസ് നടക്കാതെയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് സെയിൽസ് സ്കില്ല് നമ്മുടെ ഓരോ ടീം അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം, ബിസിനസ് ഓണറിന് ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നമ്മൾ ഈ പ്രോഡക്റ്റിനെയോ സർവീസിനെ പറ്റിയോ സംസാരിക്കുന്നത്? ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അർജൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അർജൻസി ക്രിയേഷൻ ചെയ്യുമ്പോഴാണ് ആ പ്രോഡക്റ്റോ സർവീസോ അവർക്ക് മേടിക്കണം എന്നുള്ളൊരു ഒരു ആക്ഷൻ സ്റ്റെപ്പ് അവരെടുക്കുന്നത്. അതെടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾക്ക്
ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിൻ്റെ ഒരു കാരണം ലോജിക്കലായിട്ടുള്ള കൺവിൻസിങ് അല്ല അവിടെ വേണ്ടത്. ഇമോഷണലി നമ്മൾ ആ പ്രൊഡക്റ്റിനെ നമുക്ക് മേടിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇമോഷണലായിട്ടുള്ള ഒരു ഹ്യൂമൻ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഇമോഷണലി കൺവിൻസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവൻ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഈ 3 കാര്യവും നമ്മുടെ ക്ലോസിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ദ ഗോൾഡൻ റൂൾ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 80% ലിസണിങ്ങും 20% ആണ് ടോക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള അറിവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന് പല ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും അതുപോലെ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.